ചിന്ന ചിന്ന ആസൈ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഫിലിമാണ് കേട്ടോ. ഇതിലെ പ്രധാന ഹൈലൈറ്റ് ഇന്ദ്രൻ സേട്ടനാണ് കേട്ടോ. പണ്ട് ഒരു 19s കാലഘട്ടത്തിലൊക്കെ ഇന്ദ്രൻ സേട്ടൻ കോമഡി കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്ന സമയത്ത് ഈ മാധു എന്ന് പറയുന്ന മുൻനിരയിൽ നിൽക്കുന്ന നടിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് അല്ലെങ്കിൽ ഒരു ജോഡിയൊക്കെ ആയിട്ട് അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ എഫേർട്ട് കൊണ്ടും ഇന്ന് ഇന്ത്യയിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിങ്ങിത്തിരയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ലാസ്റ്റ് സൂര്യയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ ഇന്ദ്രൻ സേറിൻ്റെ അഭിനയം എല്ലാവരും എടുത്തു പറയും. സൂര്യയേക്കാൾ ഒരുപാട് മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിംഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുകയാണ് ഇന്ദ്രൻ സേട്ടൻ എന്ന് പോലും തോന്നാത്ത രീതിയിലൊരു അഭിനയമായിരുന്നു. ഓക്കെ, പക്ഷേ ഇന്ന് നമുക്ക് പറയാനുള്ളത് ചിന്ന ചിന്ന ആസയെക്കുറിച്ചാണ് കേട്ടോ. ചിന്ന ചിന്ന ആസയിൽ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ കോഴിക്കോടിലൊരു പഴയ അധ്യാപകനാണ് കേട്ടോ. അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം വാരണാസിയിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിലുള്ള ലീല എന്ന് പറയുന്ന മാധു, നമ്മളെ ഫിലിമിലെ ഹീറോയിൻ, അവർ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ തന്നെ ഈ വാരണാസിയിൽ എത്തിപ്പെടും. ഇവർ രണ്ടാളും ഒറ്റപ്പെടലുകളും പിന്നീട് പരസ്പര സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അവർ വാരണാസിയിൽ കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അവിടെ സ്ഥല കാഴ്ചകൾ കാണുന്നു. അവർ പരസ്പരം പല കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിൽ ബിൽഡ് ചെയ്യുന്നു. ഒറ്റപ്പെടലിൻ്റെ വേദനകൾ വ്യത്യസ്തമായ രീതിയിൽ രണ്ട് വ്യത്യസ്തമായ സോണിൽ നിന്നുകൊണ്ട് അവർ പറയുന്നു. അവരെ വേദനകൾ മറന്നുകൊണ്ട് വാരണാസിയിൽ കുറച്ച് ദിവസങ്ങൾ അവർ പരസ്പരം സഹായിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോകുന്ന ദിവസങ്ങളെ വളരെ മനോഹരമായിട്ടാണ് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റൈറ്റർ പ്ലസ് ഡയറക്ടർ വരുന്നത് വർഷ വാസുദേവാണ് കേട്ടോ. വർഷ വാസുദേവ് ഇത്തരത്തിലൊരു കഥയെടുത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സ്റ്റോറിയെ നമ്മളിലേക്ക് എത്തിക്കാൻ കാണിച്ച എഫേർട്ടും, പിന്നെ ഈ ഫിലിം കാണുമ്പോൾ പേഴ്സണലി ഈ ഫിലിം നാളെയാണ് റിലീസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഞാനിപ്പോൾ പറഞ്ഞത് ഗൂഗിളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു റിവ്യൂസിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ഫിലിം ഒരു ക്ലാസിക്കൽ പടമായിരിക്കും. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ക്ലാസിക്കൽ പടങ്ങൾ മാത്രം വരികയാണ്. ബാലൻ, അതുപോലെ തന്നെ എന്താ പറയുക, ചിന്ന ചിന്ന ആസയ്ക്ക്. ഈ ഫിലിം കണ്ടിട്ടില്ല, നാളെയാണ് റിലീസ് ചെയ്തത്. നാളെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫിലിമിൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം വെച്ചാൽ വാരണാസിയിൽ രണ്ട് അപരിചിതരായ ആൾക്കാർ നമ്മൾ കണ്ടുമുട്ടുന്നു. പിന്നെ അവർ ആ വാരണാസിയിൽ നിന്നുണ്ടാകുന്ന ചില സംഭവങ്ങൾ, പിന്നെ അവർ ഒറ്റപ്പെടലുകൾ. ഒരു ക്ലാസിക്കൽ ഫിലിമായിരിക്കും. അവർ ഒറ്റപ്പെടലുകൾ പരസ്പരം ഷെയർ ചെയ്യും. അവർ സന്തോഷത്തോടെ കഴിയുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു നല്ലൊരു സൗഹൃദത്തിൻ്റെ കഥ, അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് പറയണമെങ്കിൽ ആ ഫിലിം കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. എന്നിരുന്നാലും വർഷ വാസുദേവൻ ഇതുപോലെ നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഇത്തരത്തിൽ പുതിയ പുതിയ കൺസെപ്റ്റുകൾ വരട്ടെ, അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൽ ബിജു പി കോശി, അതുപോലെ തന്നെ അഭിജിത്ത്, ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നത്. ഇത് നല്ല സോങ്സ് ഉണ്ട്, നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ ഇനി ഏതായാലും തിയേറ്ററിൽ പോയിട്ട് ഫിലിം കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തിയേറ്ററിൽ പോവുക. ഈ ഫിലിം കാണുന്നൊരു ക്ലാസിക്കൽ പടം, അല്ലെങ്കിൽ ഇന്ദ്രൻ സേട്ടൻ്റെ ആക്ടിങ് കാണാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ അദ്ദേഹം വേറൊരു തലത്തിലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാവുമെന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു ഫാനാണ് കേട്ടോ. എന്താ പറയുക, കാരണം പണ്ട് ചിരിപ്പിച്ച ആൾ പിന്നീട് ചിന്തിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത ഒരു സമയത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റിയതും 19s കാലഘട്ടത്തിലൊക്കെ നമ്മൾ അദ്ദേഹത്തിന് ഒരു കോമഡി കഥാപാത്രം മാത്രമാക്കിയിട്ട് ഒതുക്കി കളഞ്ഞായിരുന്നു. അദ്ദേഹത്തിനുള്ളിൽ ഇത്രയും വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നും അദ്ദേഹത്തെ ഇപ്പോൾ എന്താ പറയുക, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വേഷങ്ങൾ കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ പഴയ ഡയറക്ടർമാരൊന്നുമല്ല കേട്ടോ. ഇപ്പം പുതുതായിട്ട് വരുന്ന പുതിയ ഡയറക്ടർമാർ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അദ്ദേഹത്തെ ഓരോ തലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇന്ദ്രൻ സേട്ടനെ പോലെ തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ അവസരങ്ങൾ കൊടുത്ത ഡയറക്ടർമാർക്കും പുതുതലമുറയിലെ ആൾക്കാരോടും വളരെയധികം നന്ദി പറയുന്നു. ഇത്രയും പൊട്ടൻഷ്യൽ ഒരാളെ കണ്ടെത്തി ഇത്ര രീതിയിലേക്ക് പ്ലേസ് ചെയ്തത് നിങ്ങൾ ഒരൊറ്റാളെ കഴിവ് മാത്രമാണ് കേട്ടോ. ഈ ഫിലിമിൽ വ്യത്യസ്തമായ റോൾ എടുത്തുന്ന ഇന്ദ്രൻ സേട്ടൻ കലക്കുകയാണെങ്കിൽ വർഷ വാസുദേവൻ നിങ്ങൾ കണ്ടെത്തിയ ആൾ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫിലിമിന് ആപ്റ്റായ ഒരു രണ്ടാൾക്കാരാണ് ഇന്ദ്രൻസും അതുപോലെ തന്നെ മാധു. ഈ രണ്ട് കാസ്റ്റിംഗ് വരെ വളരെ നന്നായിട്ടുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടോ. ഇതൊരു ചർച്ചാ വിഷയം കൂടിയാണ്. എന്നിരുന്നാലും നാളെ തിയേറ്ററിൽ പോയിട്ട് ഫിലിം കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.
അതുകൂടാതെ ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ എനിക്കൊരു പ്രചോദനമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, പിന്നെ നിങ്ങളും തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണുക. ഞാൻ ഈ ഫിലിം കണ്ടിട്ട് നാളെ വൈകുന്നേരത്തിനുള്ള റിവ്യൂ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.